പന്നി എന്ന് പറയുന്ന മൃഗത്തിനോട് വല്ലാത്ത വെറുപ്പാടല്ലോ, പട്ടി എന്ന് പറയുന്ന മൃഗത്തിനോട് വല്ലാത്ത വെറുപ്പാടല്ലോ. നിസ്കരിക്കാത്ത ആണിനോടും പെണ്ണിനോടും എനിക്ക് ഈ ചരിത്രമാണ് പറഞ്ഞു തരാറുള്ളത്. ഇതിനേക്കാളും വലിയ ഒരു ചരിത്രമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയെയും പന്നിയെയും നിനക്ക് വല്ലാത്ത വെറുപ്പാടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ പന്നി എന്ന് പറയുന്ന മൃഗത്തെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാ. അവിടെ പടച്ചവൻ ചോദിക്കുന്നു, നിനക്ക് വല്ല പരാതിയുമുണ്ടോ? തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന മൃഗമാണല്ലോ ആ പട്ടി എന്ന് പറയുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ. അള്ളാഹു ചോദിക്കുന്നു, നിനക്ക് വല്ല പരാതിയുമുണ്ടോ? ആ സമയത്ത് പന്നി എന്ന് പറയുന്ന മൃഗം പറയുന്നു, അല്ലാ, എനിക്കൊരു വിഷമമുണ്ട് റബ്ബേ, എനിക്കൊരു സങ്കടമുണ്ട് റബ്ബേ. എന്താണ് എന്റെ സങ്കടമെന്നറിയുമോ? ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, ഒരു യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, അവൻ എന്റെ ശരീരത്ത് തൊടാൻ കഴിയില്ലല്ലോ, അവൻ എന്റെ മാംസം കഴിക്കാൻ കഴിയില്ലല്ലോ. പന്നിയുടെ വിഷമം എന്തെന്നറിയുമോ? അല്ലാ, ഒരു മുസ്ലിമായ ഈമാനുള്ള മനുഷ്യൻ എന്റെ ശരീരത്ത് തൊട്ടിട്ടില്ലല്ലോ, എന്റെ ഇറച്ചി കഴിക്കാൻ അവന് ഭാഗ്യം കിട്ടിയില്ലല്ലോ. പടച്ചവനെ, എനിക്കതിന് വല്ലാത്ത വിഷമമുണ്ട് റബ്ബേ. എന്നാലും അൽഹംദുലില്ലാഹ്. എന്തിനാണ് അൽഹംദുലില്ലാ പറഞ്ഞതെന്നറിയുമോ? എന്തിനാണ് അൽഹംദുലില്ലാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹ്, നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായി നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ അല്ലാഹ്. പന്നി പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹ്, നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായിട്ട് നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ അല്ലാഹ്. അത്രയും തരം താഴ്ന്നവനാടോ, അത്രയും തരം താഴ്ന്നവനാട്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിച്ചിട്ടു നിസ്കരിക്കാനും മടി കാണിക്കുന്ന മുസ്ലിമേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഒരു വഖത്ത് നമസ്കാര കളയാക്കിയാൽ, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരെങ്കിലും നമസ്കാര കളയാക്കിയാൽ, പടച്ചവനെ, കാരണം എന്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്നവനും നിസ്കാരം നിർബന്ധമാ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമല്ലോ, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവന് കടന്ന് നിസ്കരിക്കണമല്ലോ. ഫിഖിന്റെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, കടന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് കൈകാലുകൾ അനക്കണമല്ലോ, അതിന് പറ്റാത്തവൻ തന്റെ കണ്ണുകൊണ്ട് അനക്കണമല്ലോ, അതിന് പറ്റാത്തവൻ തന്റെ ഹൃദയം കൊണ്ട് നിസ്കരിക്കണമല്ലോ. മരിക്കാൻ കിടക്കുന്നവന് പോലും 5 വഖത്ത് നമസ്കാരം നിർബന്ധമാണല്ലോ. കാരണമില്ലാതെ നിസ്കാരം മുടക്കുന്ന മുസ്ലിമേ, അല്ലാഹുവേ, അല്ലാഹുവേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നിസ്കാര കളയാക്കിയാൽ അവൻ കാഫിറാകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. പടച്ചവനെ, അവിടെന്ന് പറയുകയാണ്, നിസ്കരിക്കാത്തവൻ അവസാന കുഫറിലേക്ക് എത്തുമെന്നാണ്. നിസ്കരിക്കാത്തവൻ അവസാന കുഫറിലേക്ക് എത്തുമല്ലോ, അവൻ ഈമാനില്ലാതെ മരിച്ചു പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പെങ്ങളെ, നിസ്കരിക്കാൻ മടി കാണിക്കല്ലേ, നിസ്കരിക്കാൻ മടി കാണിക്കല്ലേ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ അല്ലാഹു നിനക്ക് തന്നിട്ട് 24 മണിക്കൂർ തന്നിട്ട് 25 മിനിറ്റ് അല്ലാഹു നിന്നോട് തിരിച്ചു ചോദിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല? നന്ദി കെട്ടവളാകരുത്, നന്ദി കെട്ടവരാകരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കണോ? അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കൂ. ഒരു വഖത്ത് പോലും മുടക്കല്ലേ, ഒരു ജമാഅത്ത് പോലും കളയല്ലേ. പള്ളിയുടെ ചാരത്ത് കിടന്നിട്ട് പോലും നമസ്കരിക്കാതെ പള്ളിയിൽ പോകാൻ പഠിക്കുന്ന വാപ്പാ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. അല്ലാഹുവിന്റെ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവർ പള്ളിയിലല്ലാതെ ജമാഅത്തില്ല. ആരാണ് നബിയേ? പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവർ ആരാണ് നബിയേ? റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം എവിടെ കേൾക്കുന്നുണ്ടോ അവര് മുഴുവനും പള്ളിയുടെ അയൽവാസികളാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ട് നിസ്കരിക്കാൻ മടി കാണിക്കുന്നവര്, നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, നിനക്ക് അല്ലാഹു കഴിവ് തന്നിട്ടുണ്ടല്ലോ, എന്നിട്ടും നിനക്ക് പള്ളിയിൽ പോകാൻ മടിയാടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ. അവിടെ വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവരാ നബിയേ, എനിക്ക് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. ചില സമയത്താടില്ലാത്ത കാരണം ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് ആളെ കിട്ടാതെ വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ നമസ്കരിച്ചു കൊള്ളട്ടെ നബിയേ. കണ്ണ് കാണാത്ത സ്വഹാബിയാ ചോദിക്കുന്നത്, കണ്ണ് കാണാത്ത സ്വഹാബിയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, എനിക്ക് പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ചില സമയത്ത് ആരെയും കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലൊന്ന് നിസ്കരിച്ചു കൊള്ളട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ മക്തൂമേ, ഒരു കയറെടുത്തിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ ഒരു ഭാഗം കെട്ടു, മറ്റേ ഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ കെട്ട്, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ ആ കയറിൽ പിടിച്ചിട്ടാണെങ്കിലും നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണേ എന്ന് കണ്ണ് കാണാത്ത സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിനക്ക് കണ്ണ് തന്നു, നിനക്ക് കാല് തന്നു, നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് സർവ്വതം തന്നു, എന്നിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ മടിക്കുന്ന മനുഷ്യ, ഈ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, ഈ കാണിക്കുന്ന നന്ദികേടുണ്ടല്ലോ, അതിന്റെ ശിക്ഷ നിനക്ക് റബ്ബ് തരുവടാ. നിസ്കരിക്കാത്ത മുസ്ലിമേ, മരണസമയത്തറിയാ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താണെന്ന്. ആ മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാ നീ കാണിച്ച ഈ പാപത്തിനുള്ള ശിക്ഷ എന്താണെന്ന് റബ്ബ് നിനക്ക് മരണസമയത്ത് കാണിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, 5 വഖത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യല്ലോ. കാരണം ആ നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വഫാത്താകുമ്പോ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് പിടിച്ചുകൊണ്ട് കിടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. അവസാനമായിട്ട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ച് നിങ്ങളെ മറന്നു പോകരുത്. പ്രവാചകൻ തന്റെ വഫാത്തിന്റെ വേളയിൽ അവിടുന്ന് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് വഫാത്തായത്. ഇസ്ലാമിന്റെ 2-ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ, 1-ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് വഫാത്താകുമ്പോ അവസാനമായിട്ട് അവിടുന്ന് കൊടുത്ത ഉപദേശം നിസ്കാരത്തെ കുറിച്ചാ. പറഞ്ഞവരെ, ഇസ്ലാമിന്റെ 2-ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി കേറി വന്ന്
വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തികേറ്റുന്നത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് കുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ വീഴുന്നത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവസാനമായി തന്റെ മരണത്തിന്റെ നസീഹത്തിലോ തന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കൊടുത്ത വസിയത്തിൽ പറഞ്ഞത് എന്തെന്നറിയുമോ? സഹാബാ, നിസ്കാരം ഉപേക്ഷിക്കല്ലേ സഹാബാ. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ജന്നത്തിൽ ബഖീയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പഠിച്ചവരെ തന്റെ വീടിനകത്തിരുന്ന് വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് ഷഹീദാകുമ്പോ 82ാമത്തെ വയസ്സിൽ തന്റെ കുടുംബത്തോടും തന്റെ സ്വഹാബത്തിനോടും അവസാനമായിട്ട് അവിടുന്ന് കൊടുത്ത ഉപദേശം നിസ്കാരത്തെ കുറിച്ചാ. അതുകൊണ്ട് മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് വാഴ്ത്തി പറഞ്ഞ പുകഴ്ത്തി പറഞ്ഞ അവര് കാലാകാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ മുഹബ്ബീങ്ങൾക്കുള്ള മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് പിടിച്ചു കഴിഞ്ഞാൽ അയ്യാല സ്വലാ അയ്യാലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 വഖത്തിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞോ പഠിച്ചവനെ ആരാണോ കൃത്യമായിട്ട് കൃത്യനിഷ്ഠതയോടുകൂടി അതിന്റെ സമയത്ത് നമസ്കരിക്കുന്നവരുണ്ടല്ലോ അവരാണ് സ്വർഗത്തിന്റെ അവകാശികളെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. നാലാമത്തെ വിഭാഗമാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വമിമ്മാ റസഖനാഹും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പരിചയപ്പെടുത്തിയ നാലാമത്തെ മനുഷ്യനാരെന്നറിയോ? അല്ലാഹു കൊടുത്തിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ, അല്ലാഹു കൊടുത്തിരിക്കുന്ന പണമുണ്ടല്ലോ, പടച്ചവരെ അവര് രാവും പകലും സദഖ കൊടുക്കുന്നവരാ, അവര് ദാനധർമ്മം ചെയ്യുന്നവരാ, അവര് പള്ളിക്ക് കൊടുക്കുന്നവരാ, അവര് മദ്രസയ്ക്ക് കൊടുക്കുന്നവരാ, അവര് പാപങ്ങൾക്ക് കൊടുക്കുന്നവരാ, അവര് യതീമീങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവരാ, പടച്ചവനെ പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്. സദഖ കൊടുക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദഖ ചെയ്യുന്നവരുണ്ടല്ലോ, അവരാണ് സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പൈസ ചോദിക്കുമ്പോ കൊടുക്കാതെ നമുക്ക് വല്ലാത്ത മടിയാടു. ലക്ഷങ്ങളുള്ളവനും പറയുന്നതില്ല എന്നാ പടച്ചവനെ 11 സെന്റ് സ്ഥലം വേണമല്ലോ, എന്തിനു വേണ്ടിയാ? കൊട്ടാരം പണിയാനല്ലോ, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ പഠിക്കുന്നതിന് വേണ്ടിയാണ്. 1 സെന്റ് വസ്തു വാങ്ങിത്തരാ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ കോടീശ്വരന്മാരുടെ വീടിന്റെ മുന്നിൽ പോയാൽ ഇവിടെ നിരന്നിരിപ്പുണ്ടല്ലോ, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ലല്ലോ. ചോദിച്ചാ പറയുമില്ല ഉസ്താദേ, പ്രയാസമാണ് പ്രയാസമാണ് പ്രയാസമാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ പറയും ഞാൻ പണ്ട് തന്നില്ലേ. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നു സ്വഹാബാ, അല്പം സമ്പത്ത് വേണം സ്വഹാബാ, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് സദഖ ചോദിക്കുമ്പോ അനയാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്വഹാബി ചാടി എഴുന്നേൽക്കുകയോ. ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയേ.
റസൂലുള്ള ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാ. രണ്ടാമതും ചോദിച്ചു, ആരാ സഹാബ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത്? രണ്ടാമതും ചാടി എഴുന്നേൽക്കുന്നു, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, 200 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്നിട്ട് മൂന്നാമതും ചോദിച്ചു, സഹാബ ആരാ തരാറുള്ളത്? ആരാണ് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നത്? അനയാ റസൂലല്ലാഹ്, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞു, പിന്നെ 200 പറഞ്ഞു, പിന്നെ 300 പറഞ്ഞു. സഹാബത്ത് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല തന്റെ സമ്പത്ത് മുഴുവനും തീരുന്നത് വരെ കൊടുക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാ സത്യവിശ്വാസികൾ, അങ്ങനെയാ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാ തരുന്നത്? 100 ഒട്ടകങ്ങൾ കട്ടിൽ ഞാൻ തരാ നബിയെ. ഇനി ആരാ ഉള്ളത്? 200 തരാ നബിയെ. ഇനി ആരാ ഉള്ളത്? 300 തരാ നബിയെ. നമ്മൾ ഒരു വട്ടം 10 രൂപ കൊടുത്താൽ 10 വട്ടം പറയും, ഞാൻ അന്ന് തന്നു അന്ന് തന്നു, പിന്നെ കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടിയാ നമുക്ക്. ഇപ്പൊ ഓരോ കോടീശ്വരന്മാരുടെ വീടിന്റെ മുന്നിൽ പിരിവിന് പോകുമ്പോ നമ്മൾ കുറച്ച് പൈസ കൊണ്ടുപോകണം. എന്തിനെന്നറിയോ? ഓന്റെ ദാരിദ്ര്യം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ. ഓരോ വലിയ വലിയ പണക്കാരന്മാരുടെ വീട്ടിൽ പോകുമ്പോ ചോദിക്കുമ്പോ പടച്ചവനെ പറയണ പരാതി, ഇല്ലുസ്താദെ ഇല്ലുസ്താദെ, എടാ എന്തെങ്കിലും ഒന്ന് അപ്പോഴും പറയില്ല. അള്ളാഹുവിന്റെ ഒക്കെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കാൻ പറയുമ്പോ വലിയ മടിയ. എങ്കിൽ അള്ളാന്റെ സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന് ഖുർആൻ പറയുമ്പോ 4ാമത്തെ വിഭാഗം, അല്ല കൊടുത്തത് കൊടുക്കാൻ ഒരു മടിയില്ല. എടാ, 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ. ആദ്യം നീ അറിയേണ്ടത്, നിരന്നിരിക്കണ ആയിരക്കണക്കിന് പെണ്ണുങ്ങളുണ്ട്, സ്വർണ്ണമിടാത്ത ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? ഇരിക്കട സർവ്വ പെണ്ണുങ്ങളുടെ ശരീരത്ത് സ്വർണമുണ്ട്. ഊരിത്തരാൻ പറഞ്ഞാൽ എത്ര എണ്ണം ഊരും? ചിലപ്പോ ഒരെണ്ണം പോലും ഊരണമെന്നില്ല. കാരണം നീ മനസ്സിലാക്കേണ്ടത്, 1 രൂപ ഒരാള് സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താന്മാര് കയ്യെ പിടിച്ചിട്ട് പറയും കൊടുക്കരുതെന്ന്. നിന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന 1 രൂപയെടുത്ത് നീ ബക്കറ്റിനകത്ത് ഇടണമെങ്കിൽ 70 ശൈത്താനെ പരാജയപ്പെടുത്തണം. ഒരു പെണ്ണ് തന്റെ ശരീരത്ത് കിടക്കണ ഒരു സ്വർണ്ണ ഊരണമെങ്കിൽ 7000 ശൈത്താനെ പരാജയപ്പെടുത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സദക്ക കൊടുക്കാൻ കഴിയൂ. നമ്മൾ മത്സരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, മസ്ജിദുൻ നബവിയിൽ ഒരിക്കൽ ഒരു മത്സരം നടന്നു. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ടുവരാൻ. എല്ലാവരും തന്റെ വീട്ടിലേക്ക് പോയി. ഈ ഫാൻ വേണ്ടപ്പോ എല്ലാരും തന്റെ വീട്ടിലേക്ക് പോയി ഉള്ളത് എടുത്തുകൊണ്ടുവരികയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, എപ്പോഴും അബൂബക്കർ ജയിക്കണേ, എപ്പോഴും അബൂബക്കർ ജയിക്കണേ, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണോ അല്ലാഹ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോയി. ഉമർ തങ്ങളും വീട്ടിലേക്ക് പോയി. ഉമർ തങ്ങൾ തന്റെ വീടിനകത്തിരുന്ന സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് പകുതി 2 വിഭാഗമാക്കി. 1 വിഭാഗം മാറ്റിവെച്ചിട്ട് 1 വിഭാഗം കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. നബിയെ, ഇതെന്റെ സമ്പത്തിന്റെ പകുതിയാ നബിയെ. അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ എല്ലാരും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുക. അബൂബക്കറിനെ കാണുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. ഉമർ തങ്ങൾ ഇങ്ങനെ അടുത്തു പോയി നിന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, ഇനി എന്താ നിന്റെ വീട്ടിലുള്ളത്? അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഇനി എന്റെ വീട്ടിലൊന്നുമില്ല നബിയെ. ഉണ്ടായിരുന്നത് മുഴുവൻ ഇതാ. അതൊരു മനസ്സാണ്. നമ്മൾ വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകും, ഇല്ലേ? നമ്മൾ വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകും. എട മനുഷ്യ, അങ്ങനെ കൊടുത്തിട്ട് കുറയാനായിരുന്നെങ്കിൽ സംസം വെള്ളം കുറയണമായിരുന്നല്ലോ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച കാലം മുതൽ തുടങ്ങിയ സംസം വെള്ളം ഈ നിമിഷത്തിൽ ആൾക്കാർ കോരി കുടിക്കുന്നുണ്ടല്ലോ. എന്തേ തീരാത്ത? പോട്ടെ, എന്തിനാ ഇനി മദീനത്ത് പോന്നെ, മക്കത്ത് പോന്നെ? നിന്റെ വീട്ടിൽ ഒരു കിണറുണ്ടല്ലോ. നീ ഇനി 2 മാസത്തേക്ക് വെള്ളം കോരാതെ അത് അടച്ചിട്ട് നോക്ക്. അത് ഉയരുമോ? സത്യത്തിൽ കോരാതിരുന്നാൽ കൂടണ്ടേ? ഒരിക്കലും ആ കിണറിലെ വെള്ളം കൂടാറില്ല. പക്ഷെ കോരുന്നതിനനുസരിച്ച് കൂടും. അതാ സദക്ക.
അത് അല്ലാഹു ഒരു മനസ്സ് കൊടുക്കണം. പള്ളിക്കും മദ്രസകൾക്കും യതീമീങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു ബിൽഡിംഗ് പണിയണം, ഈ സ്ഥലം വാങ്ങണം, 10-11 സെന്റ് സ്ഥലം വാങ്ങണം, ലക്ഷക്കണക്കിന് രൂപ. അതിനി ഇത് നീ കൊടുക്കുന്നതിലൂടെ എനിക്കറിയുന്നതിനേക്കാളും പ്രതിഫലം നിങ്ങൾക്കറിയാം. സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് എന്നെക്കാളും നല്ലതുപോലെ നിങ്ങൾക്കറിയാം. എന്നാലും കൊടുക്കൂല. നമുക്കെന്തോ ഒരു മടിയാ സദക്ക കൊടുക്കാൻ, നമുക്ക് വല്ലാത്ത മടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മടി നിന്റെ നാശത്തിന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ സമ്പത്ത് കൂട്ടിക്കൂട്ടി വെക്കുന്നവർക്ക് ഉണ്ടാകുന്ന വലിയ ശിക്ഷയെ കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരാളുടെ മരണസമയം ഇങ്ങനെ എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് സമ്പാദ്യങ്ങൾ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ഒരാൾക്ക് പോലും അല്ലാഹുവിന്റെ പള്ളിക്കല്ല, മദ്രസകൾക്കല്ല, യതീമീങ്ങൾക്കല്ല, കോളേജുകൾക്ക് വേണ്ടിയല്ല, ഒരാൾക്ക് പോലും കൊടുക്കാതെ ലക്ഷങ്ങൾ ഇങ്ങനെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന മുസ്ലിമേ, സദക്കയെ കുറിച്ച് ഇന്ന് പറഞ്ഞാ നിനക്ക് തിരിയൂല. ഇന്ന് പറഞ്ഞാ നീ പറയും ഇത് പിരിക്കാൻ വേണ്ടി പറയുകയാണെന്ന്. എങ്കിൽ യഥാർത്ഥത്തിൽ സദക്കയുടെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാ. നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ അല്ലാഹുവിന്റെ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണല്ലോ. സദക്ക കൊടുക്കാനാ അലമാരിക്കകത്ത് എത്രയോ ലക്ഷങ്ങൾ എണ്ണി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് ഒരു സെന്റ് സ്ഥലം വാങ്ങാൻ ഒന്ന് ചോദിച്ചപ്പോ അത് മുഴുവനും ഒറ്റയ്ക്ക് വാങ്ങിക്കൊടുക്കാനുള്ള പണം എന്റെ അടുക്കലുണ്ടായിരുന്നു. എന്നിട്ടും കൊടുക്കാതെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ സദസ്സുകളിൽ ഉസ്താദന്മാർ ജാരിയായ സദക്കയ്ക്ക് വേണ്ടി ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത സ്വർണ്ണമെന്റെ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. അസ്റായീൽ എന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോടൊന്ന് പറയാറാ, എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭർത്താവിനോട് എന്റെ സ്വർണത്തിന് ഒരു പവനെങ്കിലും എടുത്ത് അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കണേ എന്റെ ഭർത്താവിനോടൊന്ന് പറയാറാ, എന്റെ പൊന്നുമക്കളോട് എനിക്കൊന്ന് പറയാറാ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ്. പെണ്ണ് ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ തെണ്ടുകയാ യാചിക്കുകയാ. എന്തിനെന്നറിയുമോ? സദക്ക കൊടുക്കാൻ. സദക്ക കൊടുക്കുന്നതിന് വേണ്ടി ആ മരിക്കുന്ന സമയം യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അതാണ് സദക്കയുടെ വില. കെട്ടിപ്പൂഴ്ത്തി വെച്ചിരിക്കുന്നത് ഒരു ഉമ്മയും ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ആരെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന 3 കഷ്ടം വെള്ളത്തുടിയും കുറച്ചു പഞ്ഞിയും അല്പ സുഗന്ധവുമല്ലാതെ നിന്റെ പെറ്റതള്ള കൊണ്ടുപോയിട്ടുണ്ടോ? പെങ്ങള്, നിന്റെ ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കള് കൊണ്ടുപോയിട്ടുണ്ടോ? ഇവിടത്തെ പള്ളിപ്പറമ്പിൽ പോയ ഏതെങ്കിലും ഒരു മസന് 3 കഷ്ടം വെള്ളത്തുണിയല്ലാതെ ഒരു ഉടുപ്പിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും കൊണ്ടുപോകാതെ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും കുടുംബക്കാർക്കുള്ളതാ. സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും അല്ലാഹു നിനക്ക് വീട് തന്നില്ലേ? നിന്റെ വീടിന്റെ മതില് കെട്ടിയ പൈസ പോരെ ഇവിടെ ഈ വസ്തു വാങ്ങാൻ? പടച്ചവനെ കൊടുക്കാൻ കഴിയില്ലല്ലോ. വീടിന്റെ മുന്നിലിട്ടിരിക്കുന്ന നിന്റെ വാഹനമുണ്ടല്ലോ, ആ വാഹനത്തിനെടുത്തിരിക്കുന്ന ഇൻഷുറൻസിന് നീ അടച്ച പൈസ പോരെ ഇതിന് കൊടുക്കാൻ? എന്നാലും ഇല്ലെന്ന് പറയുന്നവരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, സദക്ക കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആരും വെറുതെ കൊടുക്കണ്ട. ഒരുത്തന്റെയും 5 നയാ പൈസ അല്ലാഹു
അള്ളാഹുവിന് വെറുതെ വേണ്ട. അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അള്ളാഹു തരുന്ന പ്രതിഫലം പറയാ. പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് വന്ന് റൂഹ് പിടിക്കുന്ന സമയമുണ്ടല്ലോ, പടച്ചവനെ മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് നിലവിളിക്കുന്ന പിടയുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വഖീല മൻ റാഖ വമന്ന അന്നഹുൽ ഫിറാഖ വൽതഫതി സാഖു ബിസാഖ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ റൂഹ് പിടിക്കുമ്പോ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള് ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല. പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. എനിക്കതറിയില്ല, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിലും ഞാൻ ചിന്തിച്ചു പോയി, നീ പറയുന്ന പ്രസവത്തിന് മരണവേദനയാണെന്ന്. ഈ അടുത്തൊരു പെണ്ണ് പ്രസവിച്ചു, പത്രം വായിച്ചവളല്ലേ, കാമുകനിലൂടെ ഉണ്ടായ സന്താനത്തിന് പ്രസവിച്ചു. പ്രസവിക്കുന്ന സമയം കുഞ്ഞിന്റെ കരച്ചില് വീട്ടുകാര് കേൾക്കാതിരിക്കാൻ ബക്കറ്റിനകത്ത് വെള്ളം തയ്യാറാക്കി വെച്ചു. പ്രസവിച്ച ഉടനെ അതിനകത്ത് എടുത്തിടാൻ. അപ്പൊ പ്രസവത്തിന് മരണവേദനയാണോ? ഒരു പെണ്ണ് യൂട്യൂബിൽ നോക്കിയിട്ടാണ് പൊക്കിൾ കൊടി മുറിച്ചത്. അപ്പൊ മരണവേദനയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നീ പ്രസവിച്ചപ്പോ എത്ര പേരാ നിന്റെ കയ്യും കാലും പിടിച്ച്? ഒരു 3 നേഴ്സുമാര് അല്ലേ? എനിക്കറിയില്ല. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം ചിലപ്പോ 2, 3, 5 നേഴ്സുമാരും ഡോക്ടറും നിന്റെ കയ്യും കാലും പിടിച്ചിട്ടുണ്ടാകും. ഇത്രയല്ലേ ഉള്ളൂ. എന്നാ റൂഹ് പിടിക്കണ സമയത്ത് പിടിക്കണ മലക്കിന്റെ എണ്ണം നിനക്കറിയോ? ഒരാൾ മരിക്കുന്ന സമയം അവരുടെ റൂഹ് പിടിക്കണ സമയത്ത് അവരുടെ കയ്യും കാലും പിടിച്ചു വെക്കണ മലക്ക് 70,000. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5 എവിടെ കിടക്കുന്നു, 70,000 എവിടെ കിടക്കുന്നു? ഒരാളെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കിന്റെ എണ്ണം 70 മുതൽ 70,000 വരെയാ. ഇപ്പൊ 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും? പ്രസവ വേദന എന്ന് പറയുന്നത് മരണവേദനയുടെ ഒരു അംശം മാത്രമാണ്. അത് നീ മനസ്സിലാക്കുക. അള്ളാന്റെ ഖുർആൻ പറയുകയാ, നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം ഊരിയിട്ട് നീ അള്ളാഹുവിന്റെ മദ്രസ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി നീ കൊടുത്ത, നീ ആ മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ അള്ളാന്റെ മലക്കുകൾ നിന്നോട് ചോദിക്കും, നീ എന്തിനാ കരയണേ? നീ എന്തിനാ കടന്ന് വിഷമിക്കുന്നേ? അപ്പൊ നീ പറയും, എനിക്ക് മരണവേദന സഹിക്കാൻ പറ്റണില്ല. ഞാൻ കാണിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കൊടുക്കുന്നതിന്റെ പ്രതിഫലം ആ സമയത്ത് മലക്കുകൾ കാണിച്ചു തരും. അബ്ശിറൂ ബിൽ ജന്ന, ഇതാ സ്വർഗ്ഗം. ഇന്ന് നിങ്ങൾ കൊടുത്താൽ ആ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് കാണിച്ചു തരികയാ. മരിച്ചു കിടന്ന നിന്റെ ഉമ്മ ചിരിച്ചത് വെറുതെയല്ല പെങ്ങളെ, ചെറുപ്പക്കാരാ. നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയല്ല. അള്ളാന്റെ സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാ. അള്ളാന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അവര് സന്തോഷത്തോടെ ചിരിച്ചത് കൊണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന ഈ മദ്രസ പഠിക്കുന്നതിന് വേണ്ടി 1 സെന്റ് സ്ഥലം വാങ്ങാറ് നിങ്ങൾ ആരെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുത്താ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അബ്ശിറൂ ബിൽ ജന്ന. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാ. സ്വർഗം കണ്ടുകൊണ്ട് ഷഹീദിനെ പോലെ ഭരിക്കാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ഒരു ഷഹീദിനെ പോലെ മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? സദഖ കൊടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. മുത്തുനബി പറഞ്ഞല്ലോ, ദുർമരണങ്ങളെ തൊട്ട് കാക്കുമെന്നാട്. സദഖ ദുർമരണങ്ങളെ തൊട്ട്
കാക്കുമെന്നാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാ, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ഒരു ദിവസം വരാനുണ്ട്. ഏറ്റവും ശർറായ ഒരു ദിവസം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശർറായ ദിവസം ഏതെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂളാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. പടച്ചവനെ തിളച്ചിട്ട് തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട് പെങ്ങള്. പടച്ചവനെ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ്, ആ ദിവസം എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ഉമ്മ. അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ. പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ ഓടുന്ന ദിവസമാ. സ്വന്തം മക്കളെല്ലാരോട് പറയുന്നു, റബ്ബേ എന്റെ കാല് പൊള്ളുന്നു, റബ്ബേ എന്റെ കാല് പൊള്ളുന്നു, റബ്ബേ എന്റെ ഉമ്മാനൊന്നും മലത്തിക്കടത്തി താ റബ്ബേ. നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടെ അല്ലാ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തിൽ നിനക്ക് പേടിക്കണ്ടല്ലോ. ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന ദിവസം അല്ലാഹുവേ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ പല പല രൂപത്തിലും കോലത്തിലും ഇങ്ങനെ കടന്നു പോകുമ്പോ പറക്കണ്ടേ പെണ്ണ്. അല്ലാഹുവിന്റെ മഹ്ശറയുടെ മുകളിലൂടെ പടച്ചവരെ പറക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? പേടിയില്ലാതെ, പ്രയാസമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കുന്ന പെങ്ങള് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തുകൂടെ പറവയെ പോലെ പറന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ പോകുമ്പോ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാവൽക്കാരനായ റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, അൽ റഅയ്തുൽ ഹിസാബ്, നീ ആരാ? ഇത്ര പെട്ടെന്ന് സ്വർഗത്തിൽ വരുന്ന നീ ആരാ? നിന്റെ വിചാരണ കഴിഞ്ഞോ? നീ സിറാത്ത് കടന്നോ? നീ ആരാ എന്ന് പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മലക്കുകൾ പോലും അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത്? അന്ന് പറയണം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന, മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന ആ മക്കൾക്ക് പടച്ചവനെ ഒരു മദ്രസ പഠിക്കുന്നതിന് വേണ്ടി, ഒരു സെന്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി അല്ലാഹു എനിക്ക് തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തവളാ. എനിക്കതിന് റബ്ബ് തന്ന പ്രതിഫലമാ. പറയാ കഴിയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയോ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ദിവസം നിനക്ക് പേടി വേണ്ട. മൂന്നാമത്തെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് നിർത്തുകയാ, വലകാഹു നദറതൻ വസുറൂറാ. അല്ലാഹുവെ കാണണോ, അല്ലാഹുവെ കാണണോ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവെ കാണണോ. പരലോകത്ത് വെച്ച് പറ്റൂല, മഹ്ശറയിൽ വെച്ച് പറ്റൂല. അല്ലാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണമല്ലോ. സ്വർഗത്തിൽ വെച്ചല്ലേ അല്ലാഹുവെ കാണാൻ പറ്റൂ. അല്ലാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. ആ സ്വർഗത്തിൽ പോയിട്ട് പടച്ച റബ്ബിന്റെ
കാണണം. ഇലാ റബ്ബിഹാ നാദിറാ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ലിഖാ കാണണമെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നുണ്ട് ബാപ്പാ, നിന്റെ ജീവിതത്തിൽ എന്ത് നന്മയാ നീ ചെയ്തു വെച്ചിരിക്കുന്നത്? 30, 40, 50, 60 വയസ്സ് കഴിഞ്ഞവരിവിടെ ഇരിപ്പുണ്ടല്ലോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ നിനക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം, നീ കൊടുത്ത ഏതെങ്കിലും ഒരു 5 നയാ പൈസ, നീ എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു ദിക്റ് നിനക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ വാപ്പാ? എന്റെ ശബ്ദം കേൾക്കാൻ, എന്റെ വയത് കേൾക്കാൻ ഓടി വന്ന പെങ്ങളോട് ഞാൻ ചോദിക്കുകയാ, ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറയടി, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകാൻ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് മരിച്ചുപോയാ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകാതിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നമുക്ക് നല്ലതുപോലെ അറിയുമല്ലോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം മോസിന് കിട്ടുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനെ പള്ളിയിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ ആരാ സഹായിക്കുന്നത്? നീ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകൂ. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്താണോ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് വരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് അവിടെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് ഈമാനുള്ള മരണമുണ്ട്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് പേടിയില്ല, നിങ്ങൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ പോയിട്ട് അല്ലാഹുവിനെ കാണാം. പ്രവാചകൻ അവിടെ നിന്ന് പ്രതിഫലം പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബികൾ തന്റെ വീടുകളിലേക്ക് ഓടുകയാണ്. കിട്ടുന്നത് എടുത്തുകൊണ്ട് വന്നവരുണ്ട്, പൈസ കൊണ്ട് വന്നവരുണ്ട്, ഈന്തപ്പഴം കൊണ്ട് വന്നവരുണ്ട്, പാ കൊണ്ട് വന്നവരുണ്ട്, തലകടല കൊണ്ട് വന്നവരുണ്ട്, ഗോതമ്പ് മാവ് കൊണ്ടുവന്നവരുണ്ട്. അവരുടെ വീടുകളിൽ എന്താണോ അവരുടെ കയ്യിൽ കിട്ടിയത് എടുത്തുകൊണ്ട് ഓടുകയാണ്. സഹാബികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുകയാ. ആരാ കാണുന്നതെന്നറിയോ? 2 കാലില്ലാത്ത സഹാബിയാ. അല്ലാഹുവേ, ഇബ്നു ബുകൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അവിടുന്ന് 2 കാലില്ല, ഒരു കൈ മാത്രമേ ഉള്ളൂ. ആ വികലാംഗനായ സ്വഹാബി വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബികൾ വീടിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്തേ നടക്കുന്നതെന്നറിയില്ലല്ലോ. അവിടുന്ന് വഴിയിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു, മോനെ, എവിടേക്കാ എല്ലാവരും ഓടുന്നത്? അവിടുന്ന് പറഞ്ഞു, തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സദഖ ചോദിച്ചിരിക്കുകയാ, ഉള്ളതെടുത്തു കൊണ്ടുവരാ പറഞ്ഞിരിക്കുകയാണ്. ഈമാനുള്ള മരണപാട്, സ്വർഗ്ഗത്തിൽ ചെന്ന് പടച്ചറപ്പിനെ കാണാനുള്ള ഭാഗ്യമാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലാകെയുള്ളത് ഗോതമ്പ് മാവാട്, ഇത് സദഖ കൊടുക്കുന്നതിന് വേണ്ടി ഓടുകയാണ്. സഹാബി അവിടുന്ന് പറഞ്ഞിട്ട് പോകുമ്പോ കാലില്ലാത്ത ഇബ്നു ബുകൈൽ തങ്ങൾ കരയുക. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ, ഞാൻ പാവപ്പെട്ടവനാണല്ലോ അല്ലാ, ഞാൻ പാവപ്പെട്ടവനാണല്ലോ അല്ലാ. ഈമാനോടുകൂടി മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബേ. എന്റെ അഭിലാഷം സ്വർഗ്ഗമാ അല്ലാ. എനിക്ക് അല്ലാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടല്ലോ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇബ്നു ബുകൈൽ തങ്ങൾ പാവപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് പടച്ചവനെ സദഖ കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാത്തതിന്റെ പേരിൽ ഇബ്നു ബുകൈൽ തങ്ങൾ കരയുകയാണ്. പക്ഷേ സമാധാനമാകുന്നില്ല. അവിടെ നിന്ന് പതുക്കെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്. ഇഴയുകയാ. അടുത്ത യഹൂദിയാണ് താമസിക്കുന്നത്. യഹൂദികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഇബ്നു ബുകൈൽ തങ്ങൾ ചോദിക്കുന്നു, മനുഷ്യ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ?
ബുക്കൈൽ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഇബ്നു ബുക്കൈലിനോട് ചോദിച്ചു, വികലാംഗനായ നീ എന്ത് ജോലി ചെയ്യാനാടാ? നിനക്ക് കാലില്ലല്ലോ, ഒറ്റ കയ്യനല്ലേ, നീ എന്ത് ജോലി ചെയ്യാനാ? ഈ കാണുന്ന ഈന്തപ്പന മരങ്ങൾക്ക് നീ വെള്ളം കോരി നനയ്ക്കൂ. യഹൂദി കളിയാക്കി പറഞ്ഞതാണ്. റബ്ബേ, ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു തആല അൻഹു വെള്ളം കോരുന്ന തൊട്ടിയും എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നു. അതാ തൊട്ടി കിണറ്റിലേക്ക് ഇടുകയാണ്. വെള്ളം നിറഞ്ഞു കഴിയുമ്പോ വലത് കൈകൊണ്ട് വലിക്കുകയാ. രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ലല്ലോ. കയറിങ്ങനെ വായിലേക്ക് കൊണ്ടുവന്നിട്ട് കടിച്ചു പിടിക്കുകയാ. എന്നിട്ട് പിന്നെയും വലിക്കും. അവസാനം വെള്ളം മുകളിലെത്തുമ്പോ കയറ് കടിച്ചു പിടിച്ചിട്ട് അത് ഉള്ള കൈ കൊണ്ടെടുത്ത് പാത്രത്തിൽ ചരിച്ചൊഴിച്ചിട്ട് മരത്തിന്റെ ചുവട്ടിലേക്ക് നിരങ്ങി നിരങ്ങി പോയി ഒഴിക്കുകയാണ്. യഹൂദി തന്റെ വീടിനകത്തേക്ക് കടന്നുപോയി. ഇബ്നു ബുക്കൈൽ തങ്ങളിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാ. റബ്ബേ, കുറച്ചു സമയം കഴിഞ്ഞിട്ട് യഹൂദി വീടിന്റെ വെളിയിലേക്ക് വരുമ്പോ വെള്ളം കൂരിക്കൊണ്ടിരിക്കുന്ന ഇബ്നു ബുക്കൈൽ തങ്ങളെ കാണാറില്ല. യഹൂദി ഭയന്നു പോയി. യഹൂദി ഭയന്നു പോയി. ഓടിക്കിണറ്റിന്റെ ചുവട്ടിലേക്ക് വരുമ്പോ രക്തത്തിന്റെ അടയാളം കാണുകയാ. രക്തത്തിന്റെ അടയാളം കാണുകയാ. അടയാളം കണ്ട വഴിയിലൂടെ നടന്നു പോകുമ്പോ ഇബ്നു ബുക്കൈൽ തങ്ങള് ഒരു മരത്തിന്റെ ചുവട്ടിലെ രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുകയാ. അവിടെ നിന്ന് തളർന്നു കിടക്കുകയാ. യഹൂദി ഭയന്നു പോയി. ഓടിച്ചെന്ന് വെള്ളമെടുത്തുകൊണ്ട് വന്ന് ഇബ്നു ബുക്കൈൽ തങ്ങളുടെ മുഖത്തൊടികയാണ്. അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ യഹൂദി ചോദിക്കുന്നു, നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, എന്തിനാ നീ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിനക്ക് പണത്തിന്റെ എന്താവശ്യമാവുള്ളത്? നാവും മുറിഞ്ഞിട്ട് വരുന്ന രക്തമാണ്. കാലിലെ രക്തമേതെന്നറിയോ? നടക്കാൻ കാലില്ലാതെ മണ്ണിലൂടെ നിരങ്ങി നിരങ്ങി തൊടയിലെ തോലുരിഞ്ഞു പോയിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയാ. ഈ സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, കാലില്ലാത്തവനാണ് നബിയേ, ഒരുപാട് നിസ്കാരമില്ല നബിയേ, ഒരുപാട് നിസ്കാരമില്ല നബിയേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ എന്റെ കയ്യിലില്ല നബിയേ, എനിക്ക് ഈമാനോടുകൂടി മരിക്കണം നബിയേ, എനിക്ക് സ്വർഗത്തില് എന്നെ പടച്ച അല്ലാഹനെ എനിക്ക് കാണണം നബിയേ, എന്റെ കയ്യിൽ നന്മ കുറവാണ് നബിയേ, ആകെയുള്ളത് ഈ കാണുന്ന ദിർഹമാ, എനിക്ക് അല്ലാഹു സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ കയ്യിലേക്ക് രണ്ട് കാര്യമില്ലാത്ത കയ്യില്ലാത്ത പാവപ്പെട്ടവനായ ഇബ്നു ബുക്കൈൽ എന്ന് പറയുന്ന സ്വഹാബി പോലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഇത് പോയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നിനക്ക് വീട് തന്നില്ലേ, നിനക്ക് കൈ തന്നില്ലേ, നിനക്ക് കണ്ണ് തന്നില്ലേ, നിനക്ക് കാല് തന്നില്ലേ, നിനക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് തന്നില്ലേ ഉപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ സ്വഹാബി കിടക്കുന്ന സ്വർഗമാ നീ ചോദിക്കുന്നത്? ഈ കിടക്കുന്ന സ്വഹാബി കടന്നു പോകുന്ന സ്വർഗത്തിൽ പോകാനാ നീ ദുആ ചെയ്യുന്നത്? എന്തുണ്ട് പൊന്നുമോളെ, നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഊരിക്കൊടുക്കാൻ പറ്റുവോ? മനസ്സില്ലാത്തവർക്ക് പറ്റില്ലല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലേ പറ്റൂ. ഉസ്താദേ, ഇത് ജാരിയായ സദക്കയാണല്ലോ, ഞാൻ മരിച്ച് കബറിനകത്ത് കിടന്നാൽ ആരൊക്കെ ഈ മദ്രസയ്ക്കകത്ത് വന്ന് പഠിച്ചാൽ എനിക്കതിന്റെ ഒരു വിഹിതമുണ്ടല്ലോ. രാവിലെ പഠിക്കാൻ തുടങ്ങുമ്പോ ഒരു ഫാത്തിഹ ഓതുമല്ലോ, പിരിയുന്ന സമയത്ത് സലാത്ത് പറയുമല്ലോ, എനിക്കതിന്റെ പ്രതിഫലം മതി ഉസ്താദേ.